السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. നാം നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ വിവാഹാലോചന നടത്തുമ്പോൾ വിവാഹം ചെയ്യാൻ വേണ്ടി പോകുന്ന പുരുഷൻ്റെയും സ്ത്രീയുടെയും കാര്യത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ മതബോധമുള്ളവരാണോ എന്നാണ്. കൃത്യമായ നിസ്കാര കാര്യങ്ങളിലും അവറത്ത് മറക്കുന്ന വിഷയങ്ങളിലും മറ്റു ദീനീയായ കാര്യങ്ങളിലും അവർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണോ, അവർക്കാണ് ഏറ്റവും കൂടുതൽ നാം മുൻഗണന നൽകേണ്ടത്. അതുപോലെ തന്നെ ജീവിതം സന്തോഷകരമാകാൻ അവർ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണോ, സ്വൽസ്വഭാവികളാണോ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ വലിയ സമ്പത്തിൻ്റെ ഉടമകളാണോ, വലിയ ജോലിക്കാരാണോ, അതല്ലെങ്കിൽ മറ്റ് വലിയ തറവാടിത്തമുള്ളവരാണോ, ഇതൊക്കെ നോക്കിയിട്ട് നല്ല നല്ല ബന്ധങ്ങൾ വരുമ്പോൾ ഈ ചെറിയ വിഷയത്തിൻ്റെ പേരിൽ നാം അത് മുടക്കിക്കളഞ്ഞാൽ നമ്മുടെ മക്കൾ അവർ കണ്ടെത്തിയ ഇണകളെ അവർ ഈ പറയപ്പെട്ട രൂപത്തിൽ ദീനീബോധമുള്ളവരും സ്വൽസ്വഭാവികളുമായിട്ടും സമ്പത്തില്ലാത്തത് കാരണം, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തത് കാരണം, അതല്ലെങ്കിൽ തറവാടിത്തത്തിൻ്റെ മഹിമയില്ലാത്തത് കാരണം നാം മുടക്കിക്കളഞ്ഞാൽ അതുകൊണ്ട് പിന്നീട് സംഭവിക്കുന്നത് വലിയ വിപത്തുകളായിരിക്കും. ഇന്ന് നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ടു, അവർ നല്ല രൂപത്തിൽ ദീനീബോധമുള്ളവരാണ്, പറയപ്പെട്ടതുപോലെ നല്ല സ്വഭാവക്കാരാണ്, പക്ഷേ അവർ ഇഷ്ടപ്പെട്ടു നമ്മൾ കണ്ടെത്തിയതല്ല എന്നതിൻ്റെ പേരിൽ അവർക്കിടയിലുള്ള ഈ വിവാഹബന്ധം നാം നടത്തിക്കൊടുക്കാതിരുന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രയോ വലുതാണ്. ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ നാം വളരെയധികം മോശക്കാരായി തീരുകയും വളരെയധികം പരിഹാസ്യരായി മാറുകയൊക്കെ ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ദുരവസ്ഥ വരാതിരിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്, ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് തുങ്കഹുൽ മർഅതു ലി അർബഇ ഖിസാൽ, ഒരു സ്ത്രീയെ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും ജനങ്ങൾ വിവാഹം ചെയ്യുന്നത്. ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ, സ്വത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, അവരുടെ കുടുംബ മഹിമക്ക് നോക്കിയിട്ട്, അതുപോലെ തന്നെ മതപരമായ വിഷയങ്ങൾ. ഇതിലേറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുടയവളാണോ, ദീനുള്ള ആളാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന നൽകി അവരെ കൊണ്ടാണ് നാം നമ്മുടെ മക്കളെ വിവാഹം ചെയ്തയക്കേണ്ടത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, ഇദാ ജാഅകും മൻ തർളൂന ദീനഹു വ ഖുൽഖഹു ഫൻകിഹൂഹു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ബന്ധപ്പെട്ടവർക്ക് വിവാഹാലോചനയുമായി നല്ല ദീനീബോധമുള്ളവൻ, നല്ല സ്വൽസ്വഭാവിയായ ഒരുത്തൻ വന്ന് വിവാഹാലോചന നടത്തിയാൽ ഫൻകിഹൂഹു, നിങ്ങളത് വിവാഹം ചെയ്തു കൊടുക്കണം. മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൂടുതൽ പരിഗണിക്കേണ്ടത് ഈ പറയപ്പെട്ട മതവും സ്വൽസ്വഭാവവുമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമ്മോട് ഓർമ്മപ്പെടുത്തിയതായി കാണാൻ കഴിയും. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, അവരിൽ മന്നാലിൻ്റെ ന്യൂനതകൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? മുത്തനബി തങ്ങൾ ഇതേ അവാചകം വീണ്ടും ആവർത്തിച്ച് 3 പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ടാണ് പറഞ്ഞത്, ദീനും അതുപോലെ തന്നെ സ്വൽസ്വഭാവമുള്ള ആളാണോ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും, അങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കാതിരുന്നാൽ അതുകൊണ്ട് ഭൂമിയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ, വലിയ വലിയ നാശങ്ങൾ ഉണ്ടാവുന്നത് കാരണമായി തീരും എന്നുകൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മക്കൾക്ക്, പെങ്ങന്മാർക്ക്, ബന്ധപ്പെട്ടവർക്കൊക്കെ വിവാഹാലോചന നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ മതബോധമുള്ള ആളാണോ, നല്ല സ്വഭാവത്തിൻ്റെ ആളാണോ എന്നാണ് നോക്കേണ്ടതെന്ന് ഇത്തരം ഹദീസുകൾ പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെയൊക്കെ മക്കൾക്ക് സ്വൽസ്വഭാവികളായ ദീനീബോധമുള്ള, മതബോധമുള്ള ഇണകളെ എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.